എല്ലാവർക്കും നമസ്കാരം. വെക്ടേഴ്സ് പാർട്ട് 8. കഴിഞ്ഞ വീഡിയോയിൽ വെക്ടർ പ്രോഡക്റ്റ് അഥവാ ക്രോസ് പ്രോഡക്റ്റിൻ്റെ ഡെഫിനിഷൻ റിലേറ്റഡ് പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വെക്ടർ പ്രോഡക്റ്റിൻ്റെ അപ്ലിക്കേഷനായ മൊമെൻ്റ് ഓഫ് എ ഫോഴ്സ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. Moment of a force. Let vector F be any force. The moment vector m of vector F about a given point P is defined as vector PQ cross vector F, where Q is any point on the line of action of vector F. അതായത് F എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. Moment vector of F about a given point E അങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വെക്ടർ പി ക്യു ക്രോസ് വെക്ടർ എഫ്. ക്യൂ എന്ന് പറയുന്നത് വെക്ടർ എഫിൻ്റെ അതേ ലൈൻ ഓഫ് ആക്ഷനിലെ മറ്റൊരു പോയിന്റാണ്. ദി മൊമെന്റ് എം ഓഫ് വെക്ടർ എഫ് about a given point P is the modulus of the moment vector. അതായത് മൊമെന്റ് വെക്ടർ വെക്ടർ എം അതിൻ്റെ മോഡുലസിനെ വിളിക്കുന്ന പേരാണ് ദി മൊമെന്റ് എം. ദാറ്റ് ഈസ് എം ഈക്വൽ ടു മോഡുലസ് വെക്ടർ പി ക്യു ക്രോസ് വെക്ടർ എഫ്. അടുത്തതായി നമുക്കുണ്ടാവുന്ന ഒരു സംശയം, മൊമെന്റ് വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് വെക്ടർ പി ക്യു ക്രോസ് വെക്ടർ എഫ്. ക്യൂ എന്ന് പറയുന്ന പോയിന്റ് വെക്ടർ എഫിൻ്റെ അതേ ലൈൻ ഓഫ് ആക്ഷനിലുള്ള പോയിന്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് വെക്ടർ എഫിൻ്റെ അതേ ലൈൻ ഓഫ് ആക്ഷനിലായിരിക്കണം. പക്ഷെ എവിടെ ആയിരിക്കണം എന്നുള്ള ഒരു സംശയം നിങ്ങൾക്കുണ്ടായിരിക്കാം. അതിനുവേണ്ടി നമ്മൾ അതേ ലൈൻ ഓഫ് ആക്ഷനിൽ മറ്റൊരു പോയിന്റ് എടുക്കുന്നു, ആർ. Let R be any other point in the line of action of vector F. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് വെക്ടർ പി ക്യു ക്രോസ് വെക്ടർ എഫും വെക്ടർ പി ആർ ക്രോസ് വെക്ടർ എഫും ഈക്വൽ ആണ് എന്നുള്ളതാണ്. അങ്ങനെ ഈക്വൽ ആണെങ്കിൽ ക്യു എന്ന് പറയുന്ന നമ്മൾ എടുക്കുന്ന പോയിന്റ് വെക്ടർ എഫിൻ്റെ അതേ ലൈൻ ഓഫ് ആക്ഷനിൽ എവിടെ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നമുക്കത് പരിശോധിക്കാം. Let R be any other point in the line of action of vector F. Now, vector PR cross F equal to vector PQ plus vector QR cross vector F. അതായത് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ട്രയാങ്കിൾ ഫോം ചെയ്ത് കിട്ടി. ദെൻ വെക്ടർ പി ആർ ക്രോസ് എഫിനെ നമുക്ക് വെക്ടർ പി ക്യു പ്ലസ് വെക്ടർ ക്യു ആർ ക്രോസ് എഫ് എന്ന് എഴുതാവുന്നതാണ്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വെക്ടർ പി ക്യു ക്രോസ് വെക്ടർ എഫ് പ്ലസ് വെക്ടർ ക്യു ആർ ക്രോസ് വെക്ടർ എഫ്. ശ്രദ്ധിക്കേണ്ട കാര്യം, വെക്ടർ ക്യു ആർ ക്രോസ് വെക്ടർ എഫ് സെയിം ലൈൻ ഓഫ് ആക്ഷനിലുള്ള രണ്ട് വെക്ടേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവയുടെ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സീറോ വെക്ടർ ആയിരിക്കും. ദെർഫോർ വെക്ടർ പി ആർ ക്രോസ് വെക്ടർ എഫ് ഈക്വൽ ടു വെക്ടർ പി ക്യു ക്രോസ് വെക്ടർ എഫ് പ്ലസ് സീറോ വെക്ടർ വിച്ച് ഈസ് ഈക്വൽ ടു വെക്ടർ പി ക്യു ക്രോസ് വെക്ടർ എഫ്. ഇപ്പോൾ നമുക്ക് മനസ്സിലായി വെക്ടർ പി ആർ ക്രോസ് വെക്ടർ എഫ് ഈക്വൽ ടു വെക്ടർ പി ക്യു ക്രോസ് വെക്ടർ എഫ്. അതായത് ക്യു എന്ന് പറയുന്ന പോയിന്റ് വെക്ടർ എഫിൻ്റെ അതേ ലൈൻ ഓഫ് ആക്ഷനിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. Hence, the moment of vector F about the point P is independent of the choice of the point Q on the line of action of vector F. Find the moment of a force represented by I plus J plus K acting through the point minus 2I plus 3J plus K about the point I plus 2J plus 3K.
അതായത് നമുക്ക് ഒരു ഫോഴ്സ് തന്നിട്ടുണ്ട് I പ്ലസ് ജെ പ്ലസ് കെ. ഓൾസോ ലെറ്റ് പി ബി ദ പോയിന്റ് അബൌട്ട് വിച്ച് മൊമെന്റ് ഈസ് ടു ബി ഫൗണ്ട്. അതായത് പി എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടറും നമുക്ക് തന്നിട്ടുണ്ട് I പ്ലസ് 2j പ്ലസ് 3k. അതുപോലെ തന്നെ മൊമെന്റ് വെക്ടർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഫോഴ്സിന്റെ സെയിം ലൈൻ ഓഫ് ആക്ഷനിൽ നമുക്കൊരു പോയിന്റ് എടുക്കേണ്ടതുണ്ട് Q. ഇവിടെ ആ Q എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടറും നമുക്ക് തന്നിട്ടുണ്ട് -2i plus 3j plus k. Now vector PQ equal to position vector of Q minus position vector of P, which is equal to -2i plus 3j plus k minus I plus 2j plus 3k equal to -3i plus j minus 2k. ഇപ്പോൾ നമുക്ക് വെക്ടർ PQ ലഭിച്ചു കഴിഞ്ഞു. Therefore, moment of vector F about P equal to modulus vector PQ cross vector F equal to magnitude of, നമുക്ക് വെക്ടർ PQ ക്രോസ് വെക്ടർ F കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമുക്ക് ഡിറ്റർമിനന്റ് മെത്തേഡ് ഉപയോഗിക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിറ്റർമിനന്റ് IJK. അടുത്ത റോ എന്ന് പറയുന്നത് വെക്ടർ PQവിൻ്റെ കോഎഫിഷ്യൻസ് ആണ്, -3, 1, -2. മൂന്നാമത്തെ റോ എന്ന് പറയുന്നത് വെക്ടർ Fന്റെ കോഎഫിഷ്യൻസ് ആണ്, അതായത് 1, 1, 1 ഈക്വൽ ടു മോഡ് I ഇൻറ്റു ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളും ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ്, ദാറ്റ് ഈസ് 1 ഇൻറ്റു 1, 1 മൈനസ് 1 ഇൻറ്റു -2, -2 മൈനസ് ജെ ഇൻറ്റു ജെക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫസ്റ്റ് റോയും സെക്കൻഡ് കോളും ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ്, ദാറ്റ് ഈസ് -3 ഇൻറ്റു 1, -3 മൈനസ് 1 ഇൻറ്റു -2, -2 പ്ലസ് കെ ഇൻറ്റു കെക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫസ്റ്റ് റോയും തേർഡ് കോളവും ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ്, ദാറ്റ് ഈസ് -3 ഇൻറ്റു 1, -3 മൈനസ് 1 ഇൻറ്റു 1, 1 ഈക്വൽ ടു മോഡുലസ് 3i പ്ലസ് ജെ മൈനസ് 4k ഈക്വൽ ടു റൂട്ട് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് I സ്ക്വയർ പ്ലസ് കോഎഫിഷ്യൻ്റ് ഓഫ് ജെ സ്ക്വയർ പ്ലസ് കോഎഫിഷ്യൻ്റ് ഓഫ് കെ സ്ക്വയർ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 3 square plus 1 square plus -4 whole square, which is equal to root of 9 plus 1 plus 16 equal to root of 26 units. ശ്രദ്ധിക്കേണ്ട കാര്യം, മൊമെന്റ് വെക്ടർ കണ്ടുപിടിക്കാൻ വെക്ടർ PQ ക്രോസ് വെക്ടർ F, ഇവിടെ Q എന്ന് പറയുന്ന പോയിന്റ് ഫോഴ്സിന്റെ സെയിം ലൈൻ ഓഫ് ആക്ഷനിൽ എടുക്കുന്ന പോയിന്റാണ്. അതുപോലെ മൊമെന്റ് വെക്ടറിന്റെ മോഡുലസിനെ വിളിക്കുന്നതാണ് മൊമെന്റ്. നെക്സ്റ്റ് പ്രോബ്ലം. എ ഫോഴ്സ് വെക്ടർ F ഈക്വൽ ടു 4i minus 3k passes through the point A whose position vector is 2i minus 2j plus 5k. Find the moment of the force about the point B whose position vector is I minus 3j plus k. ഇവിടെയും നമുക്ക് ഫോഴ്സ് തന്നിട്ടുണ്ട് വെക്ടർ F ഈക്വൽ ടു 4i minus 3k. അതുപോലെ തന്നെ എ എന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ വെക്ടർ ഈസ് 2i minus 2j plus 5k. ശ്രദ്ധിക്കേണ്ട കാര്യം, ആ പോയിന്റാണ് ഫോഴ്സിന്റെ അതേ ലൈൻ ഓഫ് ആക്ഷനിലുള്ള പോയിന്റ്. We have to find the moment of the force about the point B whose position vector is I minus 3j plus k. Now we have to find vector BA. ശ്രദ്ധിക്കണം, ഇവിടെ ഫോഴ്സ് about the point B is I minus 3j plus k. അതുപോലെ ഫോഴ്സിന്റെ അതേ ലൈൻ ഓഫ് ആക്ഷന്റെ പോയിന്റ് ആണ് A with the position vector 2i minus 2j plus 5k.
Now vector BA equal to position vector of A minus position vector of B equal to 2i minus 2j plus 5k minus I minus 3j plus k equal to I plus j plus 4k. Therefore, moment of vector F about B equal to modulus vector BA cross vector F, which is equal to magnitude of determinant ijk. Next row എന്ന് പറയുന്നത് വെക്ടർ ബി എയുടെ കോഎഫിഷ്യൻസ് ആണ് 1 1 4 ആൻഡ് ഫൈനൽ റോ മീൻസ് വെക്ടർ എഫിൻ്റെ കോഎഫിഷ്യൻസ് ആണ് 4 0 മൈനസ് 3 ഈക്വൽ ടു മോഡുലസ് ഐ ഇൻറ്റു ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ് 1 ഇൻറ്റു മൈനസ് 3 മൈനസ് 0 ഇൻറ്റു 4 0 മൈനസ് ജെ ഇൻറ്റു ജെക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫസ്റ്റ് റോയും സെക്കൻഡ് കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ 1 ഇൻറ്റു മൈനസ് 3 മൈനസ് 4 ഇൻറ്റു 4 16 പ്ലസ് കെ ഇൻറ്റു കെക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫസ്റ്റ് റോയും തേർഡ് കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ് 1 ഇൻറ്റു 0 0 മൈനസ് 4 ഇൻറ്റു 1 4 ഈക്വൽ ടു മോഡുലസ് മൈനസ് 3i പ്ലസ് 19j minus 4k equal to root of minus 3 square plus 19 square plus minus 4 square, which is equal to root of 9 plus 361 plus 16, which is equal to root of 386 units. Problem 11. A force is represented in magnitude and direction by the line joining the points A 1 minus 2 4 and B 5 2 3. Find the moment about the point P minus 2 3 5. അതായത് നമുക്കിവിടെ ഫോഴ്സ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് എ എന്ന പോയിന്റും ബി എന്ന പോയിന്റും ജോയിൻ ചെയ്യുന്ന ലൈനാണ്. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എ ടു ബി തന്നെ. Hence, the force F is given by vector F equal to vector AB, which is equal to position vector of B minus position vector of A. Now, B ക്ക് corresponding ആയിട്ടുള്ള position vector എന്നുള്ളത് 5i plus 2j plus 3k. A ക്ക് corresponding ആയിട്ടുള്ള position vector 1i minus 2j plus 4k. Therefore, vector AB equal to position vector of B minus position vector of A equal to 5i plus 2j plus 3k minus I minus 2j plus 4k equal to 4i plus 4j minus k. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, both A and B are points on the line of action of the force. ഫോഴ്സിൻ്റെ അതേ ലൈൻ ഓഫ് ആക്ഷനിൽ തന്നെയാണ് എ എന്ന പോയിന്റും അതുപോലെ തന്നെ ബി എന്ന പോയിന്റ്. ആൻഡ് ദ മൊമെന്റ് ഓഫ് ദ ഫോഴ്സ് ഈസ് ടു ബി കാൽക്കുലേറ്റഡ് അബൌട്ട് ദി പോയിന്റ് പി മൈനസ് 2 3 5. അതുപോലെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ പോയിന്റും തന്നിട്ടുണ്ട് -2 3 5. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എ എന്ന പോയിന്റും ബി എന്ന പോയിന്റും ഫോഴ്സിൻ്റെ അതേ ലൈൻ ഓഫ് ആക്ഷൻ്റെ പോയിന്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകിൽ വെക്ടർ പി എ എന്ന് എഴുതാം, അല്ലെങ്കിൽ വെക്ടർ പി ബി എന്നും എഴുതാവുന്നത്. നമുക്ക് വെക്ടർ പി ബി എന്നെടുക്കാം. ഹിയർ വെക്ടർ പി ബി ഈക്വൽ ടു പൊസിഷൻ വെക്ടർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് പി ഈക്വൽ ടു 5i plus 2j plus 3k minus -2i plus 3j plus 5k equal to 7i minus j minus 2k. Therefore, moment of vector F about P equal to mod vector PB cross vector F equal to magnitude of determinant ijk. അടുത്ത റോ I വെക്ടർ പി ബിയുടെ കോഎഫിഷ്യൻസ് എഴുതുന്നു 7 -1 -2. ആൻഡ് ലാസ്റ്റ് റോ I വെക്ടർ എഫിൻ്റെ കോഎഫിഷ്യൻസ് എഴുതുന്നു 4 4 -1.
ഇനി നമുക്ക് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു മോഡുലസ് ഐ ഇൻറ്റു ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനന്റ് -1 ഇൻറ്റു -1 1 -4 ഇൻറ്റു -2 -8 മൈനസ് ജെ ഇൻറ്റു ജെക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും ഒഴിവാക്കി കഴിഞ്ഞാൽ 7 ഇൻറ്റു -1 -7 -4 ഇൻറ്റു -2 -8 പ്ലസ് കെ ഇൻറ്റു കെക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫസ്റ്റ് റോയും തേർഡ് കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനന്റ് 7 ഇൻറ്റു 4 28 -4 ഇൻറ്റു -1 -4 ഈക്വൽ ടു മോഡുലസ് 9i minus j plus 32k equal to root of 9 square plus minus 1 square plus 32 square equal to root of 81 plus 1 plus 1024 equal to root of 1106 units. ശ്രദ്ധിക്കേണ്ട കാര്യം, മൊമെന്റ് കണ്ടുപിടിക്കാൻ മൊമെന്റ് വെക്ടറിന്റെ മോഡുലസ് കണ്ടാൽ മതി. മൊമെന്റ് വെക്ടർ കണ്ടുപിടിക്കാൻ വെക്ടർ പി ക്യു ക്രോസ് വെക്ടർ എഫ്. ക്യു ഈസ് എ പോയിന്റ് ഓൺ ദിസ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് വെക്ടർ എഫ്. താങ്ക് യു.